അസ്സാം വലൈക്കും. നമുക്കിന്നൊരു വെറൈറ്റി ഫ്രഞ്ച് ഫ്രൈ ആണ്. പൊട്ടറ്റോ എഗ് ഫ്രഞ്ച് ഫ്രൈ. നല്ല രസമാണ് കഴിക്കാൻ, നല്ല ക്രിസ്പിയാണ് ഇതിന്. അല്ലേ, ഈ ഒരു സോസിൽ മുക്കി തിന്നാൻ നല്ല സൂപ്പറാണ്. വൈകുന്നേരത്തെ ഒരു സ്നാക്കൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും, നല്ലതാണ്. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ക്രിസ്പി കോട്ടിംഗ് ആണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത്. ഇനി അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് നമുക്കൊരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ നന്നായിട്ട് തൊലി ചെത്തിയിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇത് നമ്മളെ ഒരു ഫ്രഞ്ച് ഫ്രൈൻ്റെ അതേ ഒരു ഷേപ്പിൽ തന്നെയാണ് ഏകദേശം അരിഞ്ഞെടുക്കുന്നത്. അതിനേക്കാൾ ലേശം കൂടി കട്ടി കൂടുതലായിട്ടാണ് അരിയുന്നത്. അതുപോലെ ഒന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണിയല്ലേ. ആദ്യം ഒന്ന് വേവിച്ച്, പിന്നെ ഒന്ന് കുറച്ച് നേരം വെച്ച്, വീണ്ടും ഒന്ന് പൊരിച്ചെടുക്കുക. അങ്ങനെയൊക്കെ ഇച്ചിരി പണിയുള്ളതാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനോ ആണ്. മാഗ്നേറ്റ് ചെയ്ത് വെക്കാനുള്ള ടൈം കളയാനോ അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് റെഡിയാവും. ഫ്രഞ്ച് ഫ്രൈനേക്കാളും പെട്ടെന്ന് റെഡിയാവും. നല്ല ടേസ്റ്റും ഉള്ളതാണ്. ഞാനിപ്പോൾ അതേ ഒരു ഷേപ്പിൽ ഫ്രഞ്ച് ഫ്രൈൻ്റെ അതേ ഷേപ്പിൽ മുറിക്കാൻ നിങ്ങൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനാണെങ്കിൽ അത് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ അതേ ഒരു ഷേപ്പിൽ മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 പൊട്ടറ്റോയും ഉരുളക്കിഴങ്ങും ഇതുപോലെ ഒന്ന് മുറിച്ച് വെക്കാം. ഇനി നല്ലൊരു പശ ഉണ്ടാവുമല്ലോ ഇതിന്, അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് കറുത്ത് പോവും. വെള്ളത്തിലൊന്നും ഇടാതെ പെട്ടെന്ന് മുറിച്ചിട്ട് കുറച്ച് നേരം വെച്ചാൽ തന്നെ പെട്ടെന്ന് കറുത്ത് പോവും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകുക. നിങ്ങൾ മുറിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇടുകയാണെങ്കിൽ ഈ കളറൊന്നും മങ്ങൂല. നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്തിട്ട് വീണ്ടും നമുക്ക് വെള്ളം നന്നായിട്ട് കളയാനുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം ഊറ്റിയെടുക്കുന്നുണ്ട്. ഒരു ടിഷ്യൂവിനകത്ത് ഇട്ടിട്ട് വീണ്ടും അതിൽ വന്ന എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂവിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കണുണ്ട് ഞാൻ. വേറൊരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒപ്പുമ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുന്നതാണ്. പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് നമ്മൾ പൊടിയൊക്കെ ഇടുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് വെള്ളമഴ ആയി പോകും. വെള്ളം കൂടുതലായണ മാതിരി തോന്നും. അപ്പോൾ അതിനെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് കഴുകിയിട്ട് ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരില്ല. എന്നാൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും അത് വെള്ളമാവുന്ന മാതിരി തോന്നും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളും കാര്യങ്ങളൊക്കെ ഇടാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മുട്ട ഇടുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടൽ 2 മുട്ടയാണ് എടുക്കുന്നത്. എരിവിനായിട്ട് കുറച്ച് മുളകും പൊടി, 1/2 സ്പൂണോളം മുളകും പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാവുന്നതാണ്. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. പിന്നെ അത് ഗരം മസാലയാണ്, ഒരു 2 നുള്ള് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം. ഞാനിപ്പോൾ ചിക്കൻ്റെ ക്യൂബും കൂടി ഇടുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ചിക്കൻ്റെ ഒരു ക്യൂബും കൂടി ഇടുമ്പോൾ. 2 ഞാൻ 1 ഇടണുള്ളൂ. പിന്നെ ഈ ക്യൂബിൽ ഉപ്പ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ഉപ്പ് കൂടി പോയാൽ ഒട്ടും രസം ഉണ്ടാവില്ല. അപ്പോൾ ചിക്കൻ്റെ ക്യൂബ് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇടുക. നന്നായിട്ടൊന്ന് പൊടിക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് ചിക്കൻ്റെ ക്യൂബ് കടി വരും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് ചിക്കൻ്റെ ക്യൂബ് പൊടിക്കണം. അതിലേക്കൊരു 1/2 സ്പൂണും കൂടി ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ മൈദപ്പൊടിയാണ്, ഒരു 3/4 കപ്പോളം മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 250 ml 3/4 കപ്പിനാണ് മൈദപ്പൊടി ചേർക്കുന്നത്. ഇതെല്ലതും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് കുറച്ച് നേരം കുഴക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഈ പൊടിയും ഈ ഡ്രൈ ആയി കിടക്കുന്ന ഈ ഒരു പൊട്ടറ്റോയും കൂടി നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ട് വെള്ളം പോലെ തന്നെ ആവും. കുറച്ചൊന്ന് കുഴച്ച് വരുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് വെള്ളമയ ആവും. ഇനി ഇതുപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേശ്ശെ മസാല മുക്കിയിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഇനി നമുക്ക് നേരിട്ട് പൊരിക്കാനെടുക്കാം. അത് മാഗ്നേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഓവറായിട്ട് നിങ്ങൾ ആ മാവിൽ മുക്കണം എന്നില്ല, കുറേശ്ശെ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. എളുപ്പമാണ് ഇത് പൊരിച്ചെടുത്ത് ഒക്കെ നമ്മൾ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാനായാലും വൈകുന്നേരത്തൊരു കടി നല്ലൊരു എളുപ്പമുള്ളൊരു കടി തന്നെയാണത്. ഇപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്, അടുത്ത സൈഡും കൂടി ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട്, പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറേശ്ശെ ആയിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് രണ്ട് സൈഡ് ഒരു ബ്രൗൺ കളറാക്കുന്ന ഗോൾഡൻ ബ്രൗൺ ആവുന്ന തരത്തിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മയോണൈസ് കൂട്ടി തിന്നാനായാലും സോസ് കൂട്ടി കഴിക്കാനായാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. നമുക്കൊരു KFCൻ്റെ ഒരു ചിക്കൻ്റെ ഒരു ഏകദേശം ഒരു ടേസ്റ്റൊക്കെ കിട്ടും ഇതിനകത്ത്. പൊട്ടറ്റോ KFC എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇതുപോലെ തന്നെ എല്ലാതും നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മളിപ്പോൾ അടിപൊളിയായിട്ടുള്ള പൊട്ടറ്റോ എഗ് ഫ്രഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു KFCൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിഗാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ടേസ്റ്റ് കിട്ടും. നല്ല ടേസ്റ്റാണ്. മുഹമ്മദിന് ഇപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല സൂപ്പറാന്ന് പറയുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെടും. വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ട് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന സംഭവം. അതിൻ്റെ ഉള്ളൊക്കെ നമ്മൾ ഉള്ളിലത്തെ ഈ ഒരു ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളിൽ കിടക്കുന്നത്. മേൽഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.